പാലക്കാട് വലിയ സംഘർഷം ആളെ കത്തുകയാണ്. ഹെഡ് ഗേവാറിന്റെ പേര് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യറും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ നട റോഡിൽ അഴിഞ്ഞാടുകയാണ്. BJP പ്രവർത്തകർ തലവെട്ടു എന്നൊക്കെയാണ് സന്ദീപ് വാര്യർ പറയുന്നത്. അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് BJP പ്രവർത്തകരും പറയുന്നുണ്ട്. ഇന്നലെ സന്ദീപ് വാര്യർ ഇട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: സന്ദീപ് വാര്യർക്ക് വിശാല കബറിടം ഒരുക്കി വെച്ചോ എന്നാണ് BJPയുടെ ഭീഷണി. നിങ്ങൾ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചു കളിക്കാതെ ആംബിയർ ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കാൻ ഞാൻ ചെത്തല്ലൂരിലെ വീട്ടിലുണ്ട്. ഇത് ഒരു ഭാഗത്തൂടെ നോക്കിയ ഒരു വെല്ലുവിളിയാണ്. നീയൊക്കെ വന്ന് നോക്ക്, കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ്. സത്യത്തിൽ എന്താണ് സന്ദീപ് വാര്യർ ഇതുകൊണ്ട്? കാരണം വിചാരിച്ച കാര്യങ്ങളൊന്നും പാർട്ടിക്കകത്തുനിന്ന് കിട്ടിയിട്ടില്ല. ഒരാളാവാനുള്ള ശ്രമമാണോ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ചേർന്ന്? അത്ര തന്നെ ഉള്ളൂ. കാരണം ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വസ്തുത ഇത് രണ്ട് തരത്തിലെടുക്കാം. ഒന്ന് ഡോക്ടർ ഹെഡ് ഗേവാർ, രണ്ടാമത്തത് ഈ സന്ദീപ് വാര്യർ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതലുള്ള പോലെ ആളുകൾ. എനിക്ക് പലപ്പോഴും നമുക്ക് ചിലർക്ക് ആളാകണം എന്നുള്ള ആഗ്രഹം തോന്നും. ഈ സത്യത്തിൽ ഒരു സംഘത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഒരു ഇറുക്കിലെടുത്താൽ മതി, അപ്പോൾ ഓടിപ്പോകുന്ന ആളേ ഉള്ളൂ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ. എനിക്കയാളെ നേരത്തെ ഒരുപാട് കാലങ്ങളായിട്ട് അറിയാം. അത്ര പറയുന്ന യാതൊരു ധൈര്യവും സന്ദീപ് വാര്യരെ സംബന്ധിച്ചില്ല. പിന്നെ സന്ദീപ് വാര്യർ എന്ത് തലയെടുക്കുന്നു, എന്ത് പറഞ്ഞെന്ന് പറഞ്ഞ് തലയെടുക്കുന്നല്ലേ? അതിന് ആ സാധനം ഉണ്ടായിട്ടുണ്ട് പുള്ളിക്കതില്ലല്ലോ. തലയ്ക്കകത്ത് ആളോട്ടുള്ളവരെ സംബന്ധിച്ചാണ് തലയെടുക്കുക എന്ന് പറയുക. ഈ സാധനം സന്ദീപ് വാര്യർക്കുള്ളതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ഒരു വിഷയ സംബന്ധമായിരിക്കുന്ന ഒരഭിപ്രായം ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. ആനുകാലികമായിരിക്കുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ച് ചില ആളുകൾ വെല്ലുവിളിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഞാൻ വേറെന്താ പറയട്ടെ, ഇപ്പോൾ സമരം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണത്? ഡോക്ടർ ഹെഡ് ഗേവാറിൻ്റെ എൻ്റെ പേര് കൊടുക്കുന്നല്ല എൻ്റെ ആക്ഷേപത്തിൽ. എന്തിനാ എൻ്റെ ആക്ഷേപത്തിൻ്റെ പ്രശ്നം? ഈ രണ്ട് തരത്തിലെടുക്കണം കേട്ടോ. ഒന്ന്, എനിക്ക് ആ മുനിസിപ്പാലിറ്റി അത്തരത്തിൽ പേര് കൊടുക്കുന്നതിനോട് എനിക്ക് സത്യത്തിൽ യോജിപ്പില്ല കേട്ടോ. കാരണം പേര് കൊടുക്കുന്നതിന് യോജിപ്പില്ലാതിരിക്കാൻ കാരണം എന്തിനാണ് ആ ഒരു പേര് കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പേര് കൊടുക്കേണ്ട ആവശ്യം സാധാരണ നിലയ്ക്കില്ല. കാരണം ഇപ്പോൾ ഒരു ഡോക്ടർ ഹെഡ് ഗേവാറിൻ്റെ പേര് റോഡിന് കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? ഇപ്പോൾ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ ആളുകൾ എന്താ പറയുക, ആ റോഡിൽ കൂടി ഞാൻ എന്തിനാണ് നടക്കണമെന്ന് ചോദിക്കും. ഡോക്ടർ ഹെഡ് ഗേവാർ ആ തരത്തിൽ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഏത് തരത്തിൽ വേണമെന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പം മഹാത്മജി പറഞ്ഞ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്ന മഹാത്മജിയെ പോലെ തന്നെ ജീവിതത്തിൽ പകർത്തി കാണിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ ഹെഡ് ഗേവാർ. അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് റോഡിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ വേറെ കെട്ടിടത്തിൻ്റെ ആവശ്യമില്ല. കാരണം കെട്ടിടത്തേക്കാളെല്ലാം വലിയ ഒരു സിദ്ധാന്തത്തിൻ്റെ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഡോക്ടർ ഹെഡ് ഗേവാർ. നമുക്ക് സാധാരണക്കാരന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടെ പരിശോധിച്ചാൽ അത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ കൽക്കട്ടയിൽ പോവാണ്. കൽക്കട്ടയിലെ അനുശാസന സമിതിയിൽ അദ്ദേഹം മെമ്പറാവുകയാണ്. ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിപ്പുറപ്പെടുന്ന ആ സമയത്താണ്. പിന്നെ അദ്ദേഹത്തിന് 1923 അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത്. അത് കോൺഗ്രസിന് രാജിവെക്കുന്ന അദ്ദേഹം മാത്രമല്ലോ, നിരവധി ആളുകൾ 1920 തുടങ്ങിയിട്ട് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി രാജിവെച്ചതല്ലേ 1934 സെപ്റ്റംബർ മാസം 27 രാജിവെച്ചത്. എൻ്റെ കയ്യിൽ കണക്കുണ്ടല്ലോ. എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ പറയുന്നതിനെ കുറിച്ച്, എന്താ സന്ദീപ് വാര്യരെ കുറിച്ച് പറയാനുള്ളത്? 13 കൊല്ലക്കാലത്തോളം മാത്രമാണ് മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ പാർട്ടി അംഗത്വം എടുത്തിരുന്നത്. കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് ഇപ്പോൾ ഇവർ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകുന്ന ആഘോഷിക്കുന്നുണ്ടല്ലോ. 1924 ഡിസംബർ മാസത്തിൽ അധ്യക്ഷനായിട്ടുള്ള മഹാത്മാഗാന്ധി 1925 ഏപ്രിൽ മാസം 10 സ്ഥാനം രാജിവെച്ചു. എന്താ പറയാത്തെ? എന്താ രാജിവെക്കാൻ കാരണം എന്താ? പിന്നെ പ്രസിഡന്റ് ആയതാരാ? സരോജിനി നായിഡു ആയത്. എന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ നിന്ന് പിഴയ്ക്കാൻ പറ്റില്ലെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടുള്ള ആദ്യത്തെ ആളുകളിൽ ഒരാളാണ് മഹാത്മാഗാന്ധി. ഇത് ഡോക്ടർ ഹെഡ് ഗേവാർ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. 1923 അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹം നിരവധി പ്രാവശ്യം അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ശരിക്കും ഈ കോൺഗ്രസിൻ്റെ ഇപ്പോൾ മലയാള മനോരമയൊക്കെ ഇറക്കിയിരിക്കുന്ന ഇയർ ബുക്കിൽ പോലും ഡോക്ടർ ഹെഡ് ഗേവാറിനെ കുറിച്ച് പരാമർശമുണ്ട്. ഒരു തികഞ്ഞ രാജ്യസ്നേഹി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശമുള്ളത്. അപ്പം അങ്ങനെയുള്ള ഡോക്ടർ ഹെഡ് ഗേവാർ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരംഭിക്കുന്ന 1925 കഴിഞ്ഞിട്ട് 1930 അദ്ദേഹം RSSന് സർസംഘാലസ്ഥാനം ഒഴിയുകയാണ്. അദ്ദേഹം വനസമരത്തിൽ പങ്കെടുക്കുകയാണ്. നമുക്ക് എല്ലാ സ്ഥലത്തും നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവും. അതേപോലെ ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടന്ന സമയത്ത് മധ്യപ്രദേശിൽ, മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള ഭാരതത്തിൻ്റെ മധ്യഭാഗത്ത് വനസമരമായിരുന്നു നടത്തിയിരുന്ന സമയത്ത്
ആ വനസമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സമരത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അദ്ദേഹം അന്ന് കോടതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ആ പ്രസംഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജഡ്ജി പറഞ്ഞത്, താങ്കൾ ചെയ്ത തെറ്റിനേക്കാളും വലുത് താങ്കളുടെ പ്രസംഗമാണെന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് വളരെ നിർഭയനായിട്ട് ആ കോടതിയിൽ സംസാരിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ ഹെഡ്ഗേവാർ. ഇതെങ്ങനെയാ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലാവുക? ഇതെങ്ങനെയാണ് സന്ദീപ് വാര്യർക്ക് മനസ്സിലാവുക? ഇത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ചരിത്ര കാര്യങ്ങളെ സംബന്ധിക്കുന്ന അവരുടെ പരിജ്ഞാനം വട്ടപൂജ്യമാണ്. അതിൻ്റെ കാരണം അവർക്ക് ചരിത്ര വിഷയങ്ങളെ സംബന്ധിച്ച് യാതൊരു നിശ്ചയമില്ല. അവർ ഗാന്ധി എന്ന് പറഞ്ഞ് പഠിച്ച ആരെ കുറിച്ചിട്ടാണ്? ഇന്ദിരാഗാന്ധി ഗാന്ധി, രാഹുൽ ഗാന്ധി ഗാന്ധി, രാജീവ് ഗാന്ധി ഗാന്ധി, സോണിയാഗാന്ധി ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഗാന്ധി. ഈ ഗാന്ധി അവർക്ക് നിശ്ചയമുള്ളൂ. മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഇന്നത്തെ നേതാക്കന്മാരിൽ ആർക്കും ഒരു നിശ്ചയമില്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. അവർ തെറ്റായിട്ടുള്ള ഗാന്ധി കുടുംബത്തെയാണ് അവർ പഠിച്ചത്. ഇവിടെയാണ് പ്രസക്തിയുള്ളത്. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ ഹെഡ്ഗേവാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പഠനമാണ് ആവശ്യം. അദ്ദേഹം ജീവിതത്തിൽ പഠിപ്പിച്ച നിരവധി കാര്യങ്ങളുണ്ട്. ഹിന്ദുക്കളെ സംഘടിപ്പിക്കുക എന്നുള്ള പ്രവർത്തനത്തിന് അദ്ദേഹം കൊടുക്കുന്നൊരു ഡെഫിനിഷൻ ഉണ്ട്. അത് അമ്പലത്തിൽ പോകുന്നതിന് മാത്രമൊന്നുമല്ല, ക്ഷേത്രത്തിൽ പോകാത്തവന് ഹിന്ദുവാണ്. ഡോക്ടർ ഹെഡ്ഗേവാർ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയ ഈശ്വരഭക്തനൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈശ്വരഭക്തനല്ലാത്ത മറ്റൊരാളുണ്ട്, വീര സവർക്കർ, നാസ്തികനാണ്. പക്ഷേ വീര സവർക്കർ ഹിന്ദുക്കളെ സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഹിന്ദു മഹാസഭയുടെ കൂടെ പോയിട്ടുള്ള ആളാണ്. ഡോക്ടർ ഹെഡ്ഗേവാർ അതുപോലെ തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ് ഭാരതത്തിന്റെ പ്രശ്നമെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ ഹെഡ്ഗേവാർ. അങ്ങനെ ഡോക്ടർ ഹെഡ്ഗേവാറിനെ പോലെ നിരവധി ആളുകൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും സാധ്യമല്ലാത്ത രീതിയിൽ ഭാരതത്തിന്റെ മൂല കാരണം കണ്ടുപിടിച്ചുകൊണ്ട് അതിന് ശാശ്വതമായിട്ട് പരിഹാരം കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പ്രത്യേകത. സാർ, ഇപ്പൊ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ ഇവരുടെ ഒക്കെ പേരില് നിരവധി സ്ഥാപനങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉണ്ട്. ഇപ്പൊ അവിടെ ഒന്നും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഹെഡ്ഗേവാറിന്റെ പേര് വരുമ്പോ ഈ പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ, രാഹുൽ മാങ്കൂട്ടർ ഉൾപ്പെടുന്ന കോൺഗ്രസിൽ? അതിന് കോൺഗ്രസിന് 2-3 കാരണമുണ്ടപ്പ. ഇപ്പൊ നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ പേര് അങ്ങനെ കൊടുത്തില്ല എന്നിരിക്കട്ടെ, ഇവര് പിന്നെ എന്ത് പറഞ്ഞിട്ട് ഇവരെ അറിയപ്പെടുക? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ആയിട്ടുള്ള ഭരണാധികാരി, 1,76,000 പേരെ 21 മാസക്കാലം കൊണ്ട് ജയിലടച്ചിട്ടുള്ള നിഷ്ഠൂരയായിട്ടുള്ള ഭരണാധികാരി, 180,000-ഓളം വരുന്ന ആളുകളെ യുവാക്കന്മാര് വന്ധ്യംകരിച്ച സ്ത്രീ, അതാണ് ഇന്ദിരാഗാന്ധി. കൊടും ക്രൂരയായിട്ടുള്ള സ്ത്രീ. ചരിത്രത്തിൽ അവർ സംബന്ധിച്ച് നിരവധി അനുഭവങ്ങളുണ്ട്. അപ്പൊ അല്ലാണ്ടപ്പോൾ അവരെ കുറിച്ച് പറയണ എന്ത് വേണം? അവര് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകണം. അവരെ മകനായിട്ടുള്ള രാജീവ് ഗാന്ധി. എന്താ രാജീവ് ഗാന്ധിയുടെ പണി എന്താണത്? അവിടെ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ പരിസരത്ത് ആരെയൊക്കെ പിന്നാലെ നടന്നിരുന്ന ഒരു സ്ത്രീയെ കയറി പ്രേമിച്ചതിൻ്റെ പേരിൽ അവർ വിവാഹം കഴിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള പൈലറ്റായിരിക്കുന്ന രാജീവ് ഗാന്ധി. അപ്പം അയാളുടെ പേരിലൊരു സ്റ്റേഡിയം വേണം, അയാളുടെ പേരിലൊരു കളിക്കള ആവശ്യമാണ് അയാളെ സംബന്ധിച്ച്. അല്ലെങ്കിൽ അയാൾ ജനങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി സാധ്യമല്ല. ഈ പറയുന്ന നെഹ്റു കുടുംബത്തെ ഓർക്കണമെങ്കിൽ അവരുടെ സ്മാരകങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഡൽഹിയിലെ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അവിടെ രാജീവ് ഗാന്ധിയുടെ പേരിൽ റോഡുണ്ട്, അവിടെ മോത്തിലാൽ നെഹ്റുവിൻ്റെ പേരിൽ റോഡുണ്ട്, അവിടെ സകലമാന നെഹ്റു പ്ലേസും ഉണ്ട്, അവിടെ സ്റ്റേഡിയം ഉണ്ട്. ഇതെല്ലാം നെഹ്റു കുടുംബത്തിൻ്റെ പേരില്ല. ഈ പറയുന്ന സ്മാരകങ്ങൾ ഇല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന് ജീവിക്കാൻ സാധ്യമല്ല, ആ കുടുംബത്തിന് നിലനിൽപ്പില്ല. ഇത് തിരിച്ചറിയാൻ രാഹുൽ മാങ്കൂട്ടത്തിന്. അതുകൊണ്ടാണ് അവരുടെ പേരിൽ സ്മാരകം വേണം. ഡോക്ടർ ഹെഡ്ഗേവാർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്മാരകത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1989 അദ്ദേഹത്തിന്റെ 100-ാം വർഷം. ഈ 100-ാം വർഷത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് മലയാള മനോരമയുടെ പത്രാധിപരായിരിക്കുന്ന KM മാത്യുവിനെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞത് അതേ സമയത്ത് തന്നെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ജന്മദിനം. രണ്ടും ഒരേ വർഷമാണ്. പക്ഷേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം കോൺഗ്രസ്സുകാർ ആഘോഷിച്ചാലേ അറിയുള്ളൂ. മറ്റതങ്ങനെയല്ല. ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ 10,000-കണക്കിന് പ്രവർത്തകന്മാര് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ ജന്മദിനം ഒരു ആഘോഷം പോലെ അത് കൊണ്ടാടുകയായിരുന്നു. അപ്പൊ അതിന് ജനങ്ങൾ സ്വീകരിച്ചു, 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. പത്രവാർത്തയുടെ ആവശ്യമൊന്നും അതിനകത്തില്ല, അതിന് സ്മാരകത്തിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം അദ്ദേഹം ജീവിക്കുന്നത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത്. ഡോക്ടർ ഹെഡ്ഗേവാർ ജനങ്ങളുടെ മനസ്സിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇവിടുത്തെ ലക്ഷക്കണക്കിന് വീട്ടുകാർക്ക് ഡോക്ടർ ഹെഡ്ഗേവാറിനെ അറിയാം. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ പടം കാണിച്ചിട്ടുണ്ടെങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പടം കാണിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ
എന്ന് പറയുന്ന ഒരു യുവതലമുറയുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു അറിയാവുന്നൊരു പേരാണ് ഡോക്ടർ ഹെഡ്ഗേവാർ. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഡോക്ടർ ഹെഡ്ഗേവാറിന് സ്മാരകം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മാരകം ജനങ്ങളുടെ മനസ്സിലാണ്. പിന്നെ ആരെങ്കിലും കാളി കൂളി അവിടെ കിടന്നിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബഹളത്തിന് പുല്ലുവിലയാണ് അതിന് വേണ്ടി കൽപ്പിക്കാനാണെന്നാണ് എൻ്റെ അഭിപ്രായം.